സർ, പ്രിൻസിപ്പൽ ഡയഗ്നോസിസും ഫസ്റ്റ് ലിസ്റ്റഡ് ഡയഗ്നോസിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ലിസ്റ്റഡ് ഡയഗ്നോസിസ് എന്താണെന്ന് പരിശോധിക്കാം. ഫസ്റ്റ് ലിസ്റ്റഡ് ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ റീസൺ ഫോർ വിസിറ്റ് എന്നാണ് നമ്മൾ സിമ്പിളായിട്ട് അതിനെക്കുറിച്ച് പറയാം. അതായത് ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടറെ കാണാൻ വരുന്നത് ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഓഫീസിലോ ആയിരിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ആയിരിക്കാം. അപ്പോൾ ആ റീസൺ ഫോർ വിസിറ്റ് എന്നൊരർത്ഥമാണ് നമ്മൾ ഫസ്റ്റ് ലിസ്റ്റഡ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. അത് ഒരു പക്ഷേ ചെസ്റ്റ് പെയിൻ ആവാം, ഫീവർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രീത്തിങ് ട്രബിൾ ആവാം, വാട്ട് എവർ. അത് ആണ് ഫസ്റ്റ് ലിസ്റ്റഡ് ഡയഗ്നോസിസ്. പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ റീസൺ ഫോർ അഡ്മിഷൻ എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ഒരു ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ള ഒരു റീസൺ, അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് എപ്പോഴും ഒരു സൈനോ സിംറ്റംസോ ആയിരിക്കില്ല. പേഷ്യൻറ്റിനെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം, ടെസ്റ്റുകളെല്ലാം നടത്തിയതിന് ശേഷം കിട്ടുന്ന ഒരു കൺക്ലൂഷൻ, ഒരു ഫൈനൽ കൺക്ലൂഷൻ ആയിരിക്കും കൂടുതലും പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് ആയിട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ന്യൂമോണിയ പറയാം, അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഫസ്റ്റ് ലിസ്റ്റഡ് ഡയഗ്നോസിസ് കൂടുതലും ഔട്ട് പേഷ്യൻ്റ് കോഡിംഗ് സെറ്റിങ്സിലാണ് യൂസ് ചെയ്യപ്പെടുന്നത്. ആ പദം ഔട്ട് പേഷ്യൻ്റ് കോഡിംഗ് മേഖലയിലാണ് നമ്മൾ കൂടുതലായി യൂസ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് എന്നത് ഇൻ പേഷ്യൻ്റ് കോഡിംഗ് മേഖലകളിലാണ് നമ്മൾ ആ പദം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഔട്ട് പേഷ്യൻ്റ് കോഡർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഹിമ പ്രൊവൈഡ് ചെയ്യുന്ന CCA സർട്ടിഫിക്കേഷൻ എടുക്കാം, അല്ലെങ്കിൽ AAPC പ്രൊവൈഡ് ചെയ്യുന്ന CPC സർട്ടിഫിക്കേഷൻ എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ഇൻപേഷ്യൻ്റ് കോഡർ ആവണം എങ്കിൽ നിങ്ങൾക്ക് അഹിമ പ്രൊവൈഡ് ചെയ്യുന്ന CCS സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ AAPC പ്രൊവൈഡ് ചെയ്യുന്ന CIC സർട്ടിഫിക്കേഷനോ എടുക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക.